ഇങ്ങനെ പറയാം, എൻ്റെ ലിംഗത്തിൽ ഒരു മറുകുണ്ട്, ഒരു ബ്ലാക്ക് മറുക്, ചെറിയ ബ്ലാക്ക് മറുക്. അത് ഈ ചെറുക്കന് കറക്റ്റായിട്ട്. ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന കണ്ടസ്റ്റന്റ് അഭിശ്രീ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ്റെ വൈഫും കൂടെ ഒരുമിച്ച് ഇരുന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതും കൊച്ചുകുട്ടിയുടെ അടുത്തിരുന്നാണ് ആ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഈ അബിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് ആരെങ്കിലും എന്തെങ്കിലും വന്ന് മോശമായിട്ട് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കമൻ്റ് എടുത്ത് പബ്ലിക്കിനെ കാണിച്ചിട്ട് അതിനെക്കാട്ടിയും വൾഗറായിട്ടുള്ള രീതിയിൽ തെറി പറയും. ഇതാണ് ബേസിക്കലി ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി. അതായത് കമൻ്റ് ഇടുന്നവന്മാർക്ക് യാതൊരു ബോധവുമില്ല എന്ന് മനസ്സിലാക്കാം. അതേപോലെ നമ്മളും റിയാക്ട് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ശരിയുള്ളൊരു കാര്യമാണോ? ഒരിക്കലും അല്ല. ഈ അബിയുടെ പ്രധാനപ്പെട്ടൊരു പ്രശ്നം ഇതാ. ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഇതാണ്, ഓവറായിട്ട് കിടന്നങ്ങ് റിയാക്ട് ചെയ്യും, ബഹളം ഉണ്ടാക്കും. അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ലാതെ മര്യാദയ്ക്ക് അവിടെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ 100% അവസാനം വരെ പുള്ളിക്കാരൻ അവിടെ നിൽക്കാമായിരുന്നു. എന്തായാലും ആദ്യമേ ആ വീഡിയോ കാണാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ചേട്ടന്റെ കാല് പോലെയാണോ കുഞ്ഞിന്റെ കാല്? ഒന്നും തോന്നരുത്. കണ്ടപ്പോൾ ജസ്റ്റ് ഒരു റീൽ ഇട്ടതാണ്, ഏട്ടനും കുഞ്ഞൂടെ ഉറങ്ങുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടതാണ്. ഞാൻ സീരിയസ്ലി പറയാം ഗൈസ്, ഇതിപ്പോ തമാശയായിട്ട് ഒന്നും പറയുന്നതല്ല ഗൈസ്, ഇത് ഞാൻ സീരിയസ്ലി 100% സീരിയസ്ലി ഞാൻ പറയുന്ന കാര്യമാണ്. ആ ഡൗട്ട് ഇപ്പൊ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സീരിയസ്ലി ഇവക്കറിയാം, ഇവക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാം, ഇങ്ങനെ പറയാം, എൻ്റെ ലിംഗത്തിൽ ഒരു മറുകുണ്ട്, ഒരു ബ്ലാക്ക് മറുക്, ചെറിയ ബ്ലാക്ക് മറുക്. അത് ഈ ചെറുക്കന് കറക്റ്റായിട്ട്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു ആലോചിച്ച് നോക്ക് ശ്രീകുട്ടി, ഇതൊക്കെ എങ്ങനെ? ഞാൻ ചോദിക്കട്ടെ, നിനക്ക് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടോ? എൻ്റെ പൊന്നളെ, നീ ഇങ്ങനെയൊക്കെ രീതിയിൽ വന്നിരുന്നിട്ട് എൻ്റെ വൈഫിനെയും ആ കൊച്ചിനെയൊക്കെ അടുത്തിരുത്തി ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കുന്നതിനകത്തോട്ട് എനിക്ക് വലിയ യോജിപ്പില്ല. ഉള്ള കാര്യം പറയാമല്ലോ. ഈ കമൻ്റ് ഇടുന്നവരിടട്ടെ, അത് ആ ഒരു കമൻറ്റിനകത്ത് എന്തു പറയണ്ട, ഭയങ്കര രീതിയിൽ നിങ്ങൾ അപമാനിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം ആ കമൻറ്റിനകത്ത് പറഞ്ഞത് എന്താ, കൊച്ചിനും വേറെ വല്ല ഇഷ്യൂസ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചത്, അതൊരു ഭയങ്കര ഒരു സംഭവമായിട്ട് നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടോ? ഈ അനാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ പറയാം. പക്ഷേ ആ ഒരു കമൻറ്റ് പിക്ക് ചെയ്ത് ഈ ഒരു രീതിയിൽ സംസാരിച്ച് ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങൊക്കെ തുടങ്ങുമെന്ന് പറയുന്നതിനകത്തോട്ട് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് ഞാൻ പറയണത്. നമുക്കൊക്കെ ഒരു ക്വാളിറ്റി ഇല്ലേ? അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ടിലുള്ള ഒരു കാര്യം പബ്ലിക്കിൽ വിളിച്ച് അങ്ങ് പറയുവാണ്, സ്വന്തം വൈഫിനെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതേ കണക്കായിരുന്നു, ആരോ എന്തോ പറഞ്ഞെന്നും പറഞ്ഞിട്ട് തിരിച്ച് പൂരത്തെറി വിളിക്കുക. നമ്മളെല്ലാവരും തെറി വിളിക്കും, മാന്യന്മാരൊന്നും അല്ല, നല്ല രീതിയിൽ വിളിക്കാൻ അറിയാം. പക്ഷെ എന്നും പറഞ്ഞ് നമ്മുടെ പേഴ്സണൽ സ്പേസിൽ അതൊക്കെ നമ്മൾ വിളിക്കാറുള്ളൂ. അത് പബ്ലിക്കിൻ്റെ ഇടയിൽ വന്നിരുന്ന് ഉണ്ടാക്കേണ്ട ആവശ്യം നമുക്ക് ആർക്കും ഇല്ല. ഈ പറഞ്ഞതിനകത്തോട്ട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. ഉള്ള കാര്യം പറയാമല്ലോ. ഇതൊക്കെ കണ്ടിട്ട് കൈയടിക്കുന്നവന്മാരെ കാണുമായിരിക്കും, പക്ഷെ എനിക്ക് ബേസിക്കലി ഇത് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആക്ച്വലി അങ്ങനെ ചോദിക്കുന്ന ആ ഒരു അവരുടെ മൈൻഡ് ഉണ്ടല്ലോ, ലൈക്ക് ചേട്ടന് കാലിന്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ഒരു മാർഗമുണ്ട്. ഇതിപ്പോ എനിക്ക് ആൾക്കാരുടെ തോന്നുന്നു എൻ്റെ ചെറുക്കനും എനിക്കും ഉണ്ട്, കാണിച്ചു തരും. എനിക്ക് ഈ പറയുന്ന പോലെ സോഷ്യൽ. നിങ്ങൾ ഏത് രീതിയിലാണ് ഈ ഒരു സാധനം കമ്പയർ ചെയ്യുന്നത്? അബിക്ക് ഓൾറെഡി ഒരു ഡിസബിലിറ്റി ഉണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അബിയെ കണ്ടു കഴിഞ്ഞാലോ അബിയുടെ രീതിയോ, പ്രത്യേകിച്ച് ബിഗ് ബോസിൽ അബിയുടെ പെർഫോമൻസിനോ അതിനൊന്നും ആ ഒരു കാര്യത്തിലൊന്നും ഇത് ബാധിച്ചിട്ടില്ല. എല്ലാവർക്കും, അതായത് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്ന ആൾക്കാരെ കാട്ടിയും കിടിലമായിട്ടാണ് അവിടെ ആക്റ്റീവായിട്ട് നിന്നതും. അവിടെ പല ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്തും ഒരു കുറവും നമുക്കാർക്കും കണ്ടിട്ടൊന്നുമില്ല. ഉള്ള കാര്യം പറയാമല്ലോ. ആ ഒരു സാധനം നമ്മുടെ ഒന്നും ചിന്തയിൽ പോലും ഇല്ല. ഇതെടുത്ത് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട് എൻ്റെ കൊച്ചിനും അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറയുന്നത് എന്തുവാടേ ഇത്? അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക. മീഡിയ വഴി ഒന്നും കാണിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ഈ പറയുന്ന പോലെ യൂട്യൂബ് സസ്പെൻഡ് ആയിപ്പോൾ ചിലപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അതിൽ ഫാമിലിയിലുള്ളവരാണെങ്കിലും ശരി, പുറത്തുനിന്നുള്ളവരാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് ആ ഒരു സൊല്യൂഷൻ ഉണ്ട്. പിന്നെ അതല്ല, ഇനിയുണ്ടെങ്കിൽ എൻ്റെ ചെറുക്കനെ എൻ്റെ അടുത്ത് വെച്ച് കാണിച്ചു തരാം. ഞങ്ങളുടെ സാദൃശ്യങ്ങൾ എന്തൊക്കെയാണെന്നൊരു നിങ്ങൾ തന്നെ ഒന്ന്. നിനക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാണമില്ലേ? സ്വന്തം കൊച്ചിന് പാടുണ്ട് എന്ന് അടുത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കാണിച്ചു തരാം, എടുത്തു തരാം എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് നിന്നോടെ തന്നെ പുച്ഛം തോന്നില്ലേ അബി? ഇതൊക്കെ ശരിയുള്ളൊരു പരിപാടിയാണോ? ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വില കൊണ്ടുവന്ന് കളയല്ലേ? ഒരുപാട് ആൾക്കാർ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളുടെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്തിനാണ് ഈ ആൾക്കാരെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? ഈ കമൻസ് വരും. സോഷ്യൽ മീഡിയ എന്നും ഇന്നലെ ഒന്നും അല്ല നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. കുറേ വായി നോക്കിയാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇരിക്കുക. അതായത് ആരെ എന്ത് പറയണമെന്നും പറഞ്ഞ് ആലോചിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ട് ഒരു കണ്ടൻറ് ഉണ്ടാക്കിയിട്ട് എന്ത് നേടാനാണ്? എന്തൊരു മോശപ്പെട്ട പരിപാടിയായി കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇതിനകത്തോട്ട് ആർക്കടെ അംഗീകരിക്കാൻ പറ്റുന്നത്?
എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയോ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണോ വന്നിരുന്ന് റിയാക്ട് ചെയ്യുന്നത്? ഇത് ചെയ്ത് നോക്ക്, അല്ല, validate ചെയ്യ്. കാലിന്റെ ഇത് വയ്യെങ്കിൽ ചാട്ടിന് കാല് വയ്യല്ലോ, അതുപോലെ കുഞ്ഞിന് കാല് വയ്യേ എന്റെ എന്ന് അച്ഛൻ ഒരു ചോദിക്കുന്നവര് ഗുരുവില്ലായിരുന്നു കേട്ടോ. എന്റെ അച്ഛൻ ഒരു ഗുരുവില്ലായിരുന്നു, എന്ന് എന്റെ അമ്മയ്ക്ക് ഒരു ചോദിക്കുന്നവരുടെ മനസ്സ് ഗുരുവില്ലായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചോക്കണേ. പിന്നെ എനിക്ക് എങ്ങനെ ഇത് വന്നു, അത് വന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അമ്മ എന്നെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഈ എല്ലാവരും പറയുമല്ലോ ഈ പൊക്കിൾക്കൊടി ചുറ്റും എന്ന് പറഞ്ഞാൽ, അങ്ങനെ ചുറ്റിയതാണ് എൻ്റെ കാലിൽ. അങ്ങനെ ഉണ്ട്, അല്ല ഒരു പോളിയോ കാര്യങ്ങളോ ഒന്നും വന്നതല്ല. സോ നമ്മളപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം നമ്മുടെ കുഞ്ഞിന് കൊടുക്കാൻ നമ്മളെപ്പോലെ ആവരുത് എന്നുള്ളതിൽ നമ്മൾ ഞങ്ങൾ മുന്നുള്ള ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് 5th month സ്കാനിങ്ങിനകത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അബിക്ക് ഒരു കുറവുണ്ടെന്നോ അതുണ്ടെന്നോ എന്നുള്ള രീതിയിൽ അങ്ങൊരു സാധനം നമ്മുടെ ആരുടെയും മനസ്സിൽ പോലും ഇല്ല. മനസ്സിലായ? അങ്ങനെ ഒരു കുറവും അബിക്ക് തോന്നുന്നതുമില്ല. അത് മാത്രമല്ല, നിങ്ങളുടെ ലൈഫ് അടിപൊളിയായിട്ട് നിങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയുള്ള ഓരോ കമൻറ്റ് പിക്ക് ചെയ്തിട്ട് ഇങ്ങനെയുള്ള രീതിയിൽ ആൻസർ കൊടുക്കുന്നതിനകത്തോട്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ കാണുന്നതല്ലേ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വൈഫിനെങ്കിലും പറഞ്ഞു കൊടുത്തുകൂടെ, ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്തെങ്കിലും ഇങ്ങനെയുള്ള അപരാധങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാനായിട്ട്. എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത്? ഇനി വേറൊരു സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ കുഞ്ഞുങ്ങളുണ്ടാവട്ടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രഗ്നൻസി ജേണി 7 year back അങ്ങനെ പോയി. അതിനുശേഷം നമ്മൾ കുറേ കാലത്തിന് ശേഷം കുറേ കാലത്തിന് മുമ്പ് നമുക്ക് ഇപ്പം ലൈക്ക് ബിഗ് ബോസിന് പോകുന്നതിന് മുമ്പ് നമ്മൾ പ്രസന്ന വേണുഗോപാലിനെ തന്നെ ഡോക്ടർ നമ്മുടെ ഡെലിവറി എടുത്ത ഡോക്ടറിനെ തന്നെ വീട്ടിൽ പോയി കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മുടെ ലൈഫിലുണ്ടായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടില്ലേ, അതായത് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ആണ് കൊച്ചുങ്ങളെ പറ്റിയിട്ട് ചിന്തിച്ചത്. അതിന് മുന്നേ ഇവർക്ക് പ്ലാൻ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ കമൻറ്റ് ബോക്സ് നിങ്ങൾ എടുത്ത് നോക്കണം, അതിനകത്ത് മുഴുവനും കിടക്കുന്നത് ഇങ്ങനെയൊന്നും അല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. പണ്ട് തൊട്ടേ നിങ്ങൾ കൊച്ചുങ്ങളുടെ കാര്യങ്ങൾക്ക് കൊച്ചിന് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലാണ്. പിന്നെ പ്രഗ്നൻസി റിവീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര ഇമോഷണലി നിങ്ങൾ കരഞ്ഞുകൊണ്ടൊക്കെ ആയിരുന്നല്ലോ കാണിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോ കാര്യങ്ങൾ വന്ന് സംസാരിക്കുന്ന സമയത്ത്, അതായത് പണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് ഓർമ്മ ഉണ്ടായിരിക്കണം. അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം പബ്ലിക്കിൻ്റെ ഇടയിലോട്ട് ഓരോ സാധനങ്ങൾ വന്ന് സംസാരിക്കാൻ. ഇനി ഇവരുടെ പ്രഗ്നൻസി റിവീൽ ചെയ്യുന്ന സമയത്ത് ഇവരുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ഞാൻ വായിക്കാം. പ്രഗ്നൻസി റിവീൽ 7 വർഷത്തെ കാത്തിരിപ്പ്. അതായത് 7 വർഷത്തെ കാത്തിരിപ്പ്. ഇനി അതും പോരാതെ ഇവരുടെ ഒരു വർഷത്തിന് മുന്നേ ഉള്ള ഒരു വീഡിയോ ഞാൻ കാണിക്കാം ഈ കാര്യത്തിൽ. അപ്പോൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെയിറ്റിംഗ് ആണ്, അത്രേ ഉള്ളൂ. ഞങ്ങളും ഇങ്ങനെ ഹേർട്ടിംഗ് ആയിട്ടുള്ള കമന്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. നമുക്ക് വിധി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഇതിനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളും വെയിറ്റിംഗ്. അപ്പോൾ വെറുതെ ആവലാതി പിടിച്ച ആളുകൾ, അല്ലാതെ ഈ പറയുന്ന പോലെ ബ്യൂട്ടി കോൺഷ്യസോ ഡാൻസ് ചെയ്ത് നടക്കാൻ പറ്റാത്തതുകൊണ്ടോ അഭിനയിക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ടോ ഒന്നുമല്ല. ഇതാണ് സിറ്റുവേഷൻ. അല്ല നിങ്ങൾ ആവശ്യമില്ലാതെ ഈ കമന്റ്സ് ഇടുവോ? അല്ല, അതിപ്പോ നിങ്ങൾക്ക് ഇടുന്നവർക്ക് അത് ബോധറാവില്ല. കാണുന്ന നമുക്കുണ്ടാവുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ മേ ബി നിങ്ങളുടെ ഫാമിലിയിലും ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാവാം. അപ്പം അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അതൊക്കെ അതിനൊക്കെ ഓരോരോ സമയം എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ആ സമയത്തിന് അനിഷ്ഠിതമായി നമ്മൾ ജീവിക്കുക. മനസ്സിലായില്ലേ? നമ്മുടെ ലൈഫിൽ നമ്മുടെ ആഗ്രഹമാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ഉണ്ടാവണം, കുഞ്ഞുണ്ടാവണം, അതിനെ താലോലിക്കണം. എൻ്റെ മാത്രമല്ല, എൻ്റെ അമ്മയുടെ ആയിക്കോട്ടെ. കേട്ടല്ലോ, ഇതിനകത്ത് പറയുന്നുണ്ട് ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. ഇത് 1 വർഷമോ 2 വർഷത്തിനോ മുന്നേ ഉള്ളൊരു വീഡിയോ ആണ്. അപ്പം പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനകത്തോട്ട് ഏതെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കി. ഇതെല്ലാം ആൾക്കാർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുള്ളൂ. എന്നിട്ട് പുള്ളി ഏതോ വീഡിയോ ഒക്കെ എടുത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആൾക്കാർ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് സംസാരിക്കും. ഇനി ഇവരുടെ പ്രഗ്നൻസി റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, അതിനകത്ത് ഇവർ പറയുന്ന സാധനം ഞാൻ കാണിക്കാം. കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. അപ്പം എല്ലാവരും ചോദിക്കുമ്പോൾ നമുക്കൊരു വിഷമം ഭയങ്കര. അല്ലെ, നമ്മൾ പേഴ്സണലി ചിലർ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. പക്ഷെ അതൊന്നും എന്നെ കേൾപ്പിക്കൂല കേട്ടോ. കമൻ്റ് ആണെങ്കിലും എന്തെങ്കിലും വന്നാലും പുള്ളിയാൻ ഹാൻഡിൽ ചെയ്യും. പക്ഷെ നമ്മളെ കേൾക്കാൻ ചിലർ പറയുമല്ലോ, അപ്പം അത് നമുക്ക് വിഷമം. എനിക്ക് എന്തോ പറയണ്ടെന്ന് അറിയത്തില്ല.
ഗൈസ് ഒരുപാട് സന്തോഷമായി. പുറമേ വീട്ടിൽ എല്ലാവരും ഹാപ്പി ആവട്ടെ, അറിയുന്നില്ല. എല്ലാവരും ഹാപ്പി. നമ്മളേലും അവരായിരുന്നു എപ്പോഴും അമ്മമാര് രണ്ടുപേരും വിഷമം പറയുന്നത്. എപ്പോഴും ഇടയ്ക്ക് പ്രാർത്ഥന ഉണ്ടാവണം. പ്രാർത്ഥന ഉണ്ടാവും. 3 മാസം കഴിഞ്ഞ ഇത് ഓടിക്കുക. അതുവരെ ഞങ്ങൾ പ്രാർത്ഥിച്ച് പൊന്നു പോലെ കൊണ്ട് നടക്കാം. അങ്ങനെ രണ്ടുപേരും തെളിഞ്ഞു കേട്ടല്ലോ. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണെന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഇതിൽ സംസാരിക്കുന്നത്. അപ്പം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കുക. ഇപ്പം കൊച്ചിനെ അടുത്തിരുത്തിയിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള അപരാധങ്ങൾ വിളിച്ച് പറയുന്നതിന് മുന്നേ ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവർ പിന്നെയും പഴയത് ഓരോ കാര്യങ്ങൾ അവർ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കും. കാര്യം ഇത് നിങ്ങളെ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർ തന്നെ കമൻറ്റിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ഞാനിവിടെ എടുത്ത് വെച്ച് കാണിച്ചത്. അപ്പം ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട് പെരുമാറുക. അബിയുടെ ഈ ഒരു എന്ത് പറയണ്ട ഓവർ റിയാക്ഷൻ ഉണ്ടല്ലോ, എന്ത് കാര്യം എന്തെങ്കിലും കേൾക്കുമ്പോഴും കാണുമ്പോഴും അങ്ങ് ഓവറായിട്ട് വന്നിരുന്ന് പ്രതികരിക്കുന്ന രീതി അങ്ങ് മാറ്റി. എല്ലാത്തിനും നമ്മൾ ആ ഒരു രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനേ സമയം കാണത്തുള്ളൂ. സോഷ്യൽ മീഡിയ ആണ്, അഫ്കോഴ്സ് നെഗറ്റീവ് കമൻറ്റ് വരും. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പെരുമാറുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം ഇതിനു വേണ്ടി കുറച്ച് ആൾക്കാരുണ്ട്. എന്തിനാണ് ആരെന്തിട്ട് കഴിഞ്ഞാലും അതിൻ്റെ താടി ചെന്ന് എന്തെങ്കിലും കുറ്റം പറയണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാണണം. അങ്ങനെയുള്ള കുറേ വായ്നോക്കികളുണ്ട്. ഇവരെയൊക്കെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഡിസബിലിറ്റി വെച്ചിട്ട് ആൾക്കാർ കളിയാക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇവൻ്റെയൊക്കെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം ഇങ്ങനെയൊക്കെ വരുമ്പോഴേ ഇവനൊക്കെ പഠിക്കത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അബിക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നോ അബിക്ക് ഒരു ഡിസേബിലിറ്റി ഉണ്ടെന്ന പോലൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടോ എടുത്തിട്ടൊന്നുമില്ല. അവരുടെ ഓരോ വീഡിയോസും ഒക്കെ നിങ്ങളെടുത്ത് നോക്കുക. റീൽസ് ആയാലും പല ഡാൻസ് പെർഫോമൻസ് ആയാലും എടുത്ത് നോക്കുക. അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ചുമ്മാ അനാവശ്യമായിട്ട് പോയി പ്രതികരിച്ച് ഒരു കൊച്ചിനെയൊക്കെ അടുത്തിരുത്തിയിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെയുള്ള വൃത്തികേടൊക്കെ വിളിച്ച് പറയുന്നത്? നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഇല്ലേ? നിങ്ങൾ എത്രയോ നാൾ കാത്തിരുന്നിട്ടാണ് ഇങ്ങനെ ഒരു കുട്ടിയെ നിങ്ങൾക്ക് കിട്ടിയത്. അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.